താങ്ക് യു കേരളം, തൃശ്ശൂരിനും നന്ദി. സജിയേട്ടാ, ഞാൻ ഇപ്പോഴും പറയാണ്, ഇവിടെ സേഫ് അല്ല. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നില്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത് ദുബായിലെ ഇത്തിസലാത്ത് അക്കാദമിയിൽ വെച്ച് തേക്കിൻകാട് കാർണിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്കായിട്ടാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു 4:30 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇവിടെ എത്താൻ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ടിക്കറ്റ് നേരത്തെ ഫ്രണ്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഇവിടെ കാണിച്ച ശേഷം ഒരു ബാൻഡ് തരും. ആ ബാൻഡ് കയ്യിൽ കെട്ടിയിട്ട് വേണം നമുക്ക് പരിപാടി നടക്കുന്നിടത്തേക്ക് പോകാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ദുബായിലെ പൂരപ്പറമ്പിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വഴിയിലൊക്കെ പൂരത്തിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പരിപാടി വൈകിട്ട് 4 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങളിവിടെ എത്താൻ കുറച്ച് ലേറ്റായി പോയി. പിന്നെ ഇന്നത്തെ പരിപാടിയിലെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രിയും മലയാളത്തിൻ്റെ പ്രിയ നടനുമായ ശ്രീ സുരേഷ് ഗോപിയും പിന്നെ കല്യാണി പ്രിയദർശൻ, മാത്യു തോമസ്, കൂടാതെ കുറേ ആക്ടേഴ്സൊക്കെ ഉണ്ട്. ഇതുമാത്രമല്ല സ്റ്റീഫൻ ദേവസി, ഹരിചരൺ, ഹനാൻ ഷാ തുടങ്ങിയ പാട്ടുകാരുടെ നല്ലൊരു പെർഫോമൻസ് കൂടി ഇവിടെ ഉണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലെ സ്വരാജ് റൗണ്ട് ഇവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. തൃശ്ശൂരിലെ രാഗം തിയേറ്റർ, പിന്നെ തേക്കിൻകാട് മൈതാനം, അവിടെയുള്ള ആൽത്തറ, പിന്നെ ശക്തൻ തമ്പുരാൻ്റെ പ്രതിമ, പാലസ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരു പൂരം വൈബ് തന്നെയാണ് ഇവിടെ മൊത്തം കാണാൻ പറ്റുന്നത്. ചെണ്ടമേളവും പുലിക്കളിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി വൈബ് തന്നെയാണ്. പുലിക്കളി നേരത്തെ ഉണ്ടായിരുന്നു, നമ്മൾ വരുമ്പോഴേക്കും കഴിഞ്ഞു പോയി. നാട്ടിലുള്ള സമയത്ത് ഒരു പൂരം പോലും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടു. പക്ഷെ ദുബായിൽ വന്നിട്ട് അങ്ങനെ പൂരം നേരിട്ട് കാണാനൊരു അവസരം കൂടി കിട്ടി. പൂരപ്പറമ്പിന് വടക്കുന്നാഥ ക്ഷേത്ര മൈതാനം, തേക്കിൻകാട് മൈതാനത്തിന് പൂരത്തിന് സമാനമായ ഇത് എങ്ങോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ രംഗണ്ണനും പപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവന്റെ കൂടെ കുറച്ച് ഫോട്ടോസ് തന്നെയാണ്. എല്ലാവർക്കും ഒരുപാട് ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹം, നന്ദി, നമസ്കാരം. താങ്ക് യു. അത്യപൂർവമായിട്ടായിരിക്കും നമ്മുടെ സ്റ്റേറ്റ് പ്രസന്റ് ചെയ്യുന്നത്. ഇനിയും ധാരാളം ഡാൻസ് പെർഫോമൻസും മ്യൂസിക് ഷോസ് ഒക്കെ നടക്കാനുണ്ട്. പിന്നെ കേരള പിറവിയോടനുബന്ധിച്ചിട്ടുള്ള കുട്ടികളുടെ പരിപാടികളും നടക്കുന്നുണ്ടായിരുന്നു. Magician, when his hands are on the guitar, we will see magic being performed. You know who I am talking about? And when I say the name, show your love. Ladies and gentlemen, we start with Stephen Devasi and the band. ശിവ, നമുക്ക് സുരേഷേട്ടന് പോകാനുള്ളതുകൊണ്ടാണ് ഞാൻ നേരെ അതിലോട്ട് കിടക്കാണ് കേട്ടോ. ഞാന് പറഞ്ഞല്ലോ, നമ്മളിന്ന് സുരേഷേട്ടനെ കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അത്രയും സമയം നമ്മൾ ഒരു ആഘോഷമായിട്ട് കൊണ്ടുപോകണം. താങ്ക് യു കേരളം, തൃശ്ശൂരിനും നന്ദി. ഇനിയും കാണാം അടുത്ത സീസൺ. താങ്ക് യു.
അപ്പൊ നമുക്ക് അടുത്ത പാട്ടുകാരൊക്കെ നമുക്ക് ക്ഷണിച്ചാലോ? വി ഹാവ് സം അമേസിംഗ്ലി ടാലന്റഡ് ബ്രില്യന്റ് ബാൻഡ് മെമ്പേഴ്സ് കൂടി ഉണ്ട്. വേദ മുതൽ നിഖിൽ, സെബിൻ ഉണ്ട് ഇവിടെ, ആകാശ് ഉണ്ട് ഇവിടെ, അങ്ങനെ കുറെ നല്ല കലാകാരന്മാർ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്കൊരു കിടിലം പാട്ടുകാരനെ കൊടുത്താലോ? തമിഴിലും തെലുങ്കിലും ഹിന്ദി അങ്ങനെ എല്ലാ ഭാഷകളും പോരാത്തിന് നമ്മുടെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ കുറെ തന്ന നമ്മുടെ ഒരു ഗംഭീര ടാലന്റഡ് ആൻഡ് അമേസിംഗ് മ്യൂസിഷ്യൻ, പ്രൊഡ്യൂസർ, സിംഗർ, വൺ ആൻഡ് ഓൺലി ഹരിചരൺ. ഇപ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇനിയും കുറേ കാഴ്ചകളൊക്കെ പുറകിലായിട്ട് കാണാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് നടന്നു. ഇത് എവിടെ നോക്കുമ്പോൾ ചലിക്കുന്ന ആനയുടെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ദൂരം നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ശരിക്കും ആനയാണെന്ന് തോന്നിയുള്ളൂ. അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൊമ്പിലൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. വൈവിധ്യമേറിയ സൗന്ദര്യത്തോടെ നമ്മുടെ തൃശ്ശൂരിൻ്റെ തിലകക്കുറിയായി ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിന് ചുറ്റും വിധാനിച്ച് കിടക്കുന്ന മൈതാനം. ദേവതകളും ഗന്ധർവന്മാരും കിന്നരന്മാരും യക്ഷികളുമൊക്കെ താമസിക്കുന്നതാണെന്ന് തോന്നിപ്പിക്കുന്ന മരമുത്തശ്ശിമാരിൽ നിന്ന് തൂങ്ങിയാടുന്ന ആകാശവേരുകൾ, നീണ്ടു പരന്നു കിടക്കുന്ന അടിപൊളി ഫീലിംഗ് ആണ്. പക്ഷെ ഇത് എന്റെ വിജയം മാത്രമല്ല, ഇത് ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം പങ്കെടുത്ത എല്ലാ ക്രൂ മെമ്പേഴ്സിന്റെയും കാസ്റ്റ് മെമ്പേഴ്സിന്റെയും വിജയമാണ്. പിന്നെ ഇതിലാണ് അത് അച്ഛനറിയാം. കാരണം 366 ദിവസം മലയാളത്തിൽ ഓടിയ സിനിമ. ഇത് ഈ കോടികളുടെ കണക്ക് പറയുന്നതിന് മുമ്പ് മലയാളികൾക്ക് ഒരു വർഷം ഒരു സിനിമ ഒരേ തിയേറ്ററിൽ ഓടിയതിന് ചരിത്രമുള്ളത് പ്രിയദർശൻ സാർ സംവിധാനം ചെയ്ത ചിത്രം എന്ന് പറയുന്ന സിനിമയാണ്. 90s kids who love Chitram, make some noise. And now you, when it came to crores, 300 crores from you. It on my count of 3, if you love Kalyani and if you love the way she speaks, make some noise everyone. ക്വസ്റ്റ്യൻസ് ആദ്യം ചോദിച്ചില്ല, നിങ്ങൾ തന്നില്ലല്ലോ. ഈ ചോദ്യം ചോദിച്ചാൽ പിന്നെ റാപ്പിഡ് ആവൂലല്ലോ. ഓക്കെ, ഞാൻ കല്യാണി ഇനിയും നിർത്തി ബുദ്ധിമുട്ടിക്കില്ല. കല്യാണിക്ക് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. A lot of fans who have dressed up as Chandra. Okay, they want to actually present a song for you, a dance for you. I'm a big fan. ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനൊരു
വേദി കിട്ടിയതിൽ ബിഗ് താങ്ക് യു ടു ഫ്ലവേഴ്സ് ആൻഡ് ടേക്കിംഗ് ഗാർഡ് മൈതാനം കൂട്ടായ്മ. വെരി ഷോർട്ട് നോട്ടീസിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് തന്നതിലും ഇത്രയും ടൈം തന്നതിലും വെരി വെരി ഹാപ്പി. ഞങ്ങളുടെ ഒരു സിനിമ നൈറ്റ് റൈഡേഴ്സ് തിയേറ്ററിൽ ഓടുന്നുണ്ട്, നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഓൾസോ എല്ലാവരും ഒന്ന് അറിയിക്കാനും പിന്നെ ഒരു ഇവന്റിന്റെ ഒരു പാട്ടാവാനും പറ്റിയതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട്. താങ്ക് യു മിഥുൻ, താങ്ക് യു. നമുക്ക് കൂടിപ്പോയാ ഈ മൈക്ക് ഒരൊറ്റ കാര്യം, നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമ we are all expecting. Let me call Sharat Sabha onto the stage. കല്യാണി രക്തം കുടിച്ച മറ്റൊരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ശരത് സഭ. ഈ മനുഷ്യൻ എന്ത് വൃത്തികെട്ടവനായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. നെല്ലിക്കാൻ പോയില്ലും ഗംഭീര പെർഫോമൻസ് ആണ്. ശരത് പ്ലീസ് കം. കല്യാണിയുമായിട്ട് ചന്ദ്രയെ വളരെ കൃത്യമായിട്ട് പിറകെ നടന്ന് പേടിപ്പിച്ച് അവസാനം പണി വാങ്ങിച്ച ആളാണ്. അവസാനം ഏതോ ബിൽഡിങ്ങിന്റെ മുകളിൽ എങ്ങാണ്ടാണ് നിങ്ങളെ കൊണ്ടിട്ടത്, ഓർക്കുണ്ടല്ലോ. അത് ഇനിയിപ്പോ നെല്ലിക്കാൻ പോയില്ലും നല്ല മോശമായിട്ട് ഉഗ്രനായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യണാണ്. അതൊക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു തുടങ്ങണം. സജിയേട്ടാ ഇവിടെ സേഫ് അല്ല എന്ന് പറയണം. ഒന്ന് പറഞ്ഞോളൂ. സജിയേട്ടാ, ഞാൻ ഇപ്പോഴും പറയാണ് ഇവിടെ സേഫ് അല്ല. അത് ലോകയിലെ ചന്ദ്ര അടുത്ത് നിൽക്കുന്നോണ്ടാണ് അല്ലേ? ഓക്കെ, പ്ലീസ് അബൌട്ട് നെല്ലിക്കാൻ പോയത്. നമുക്ക് പെട്ടെന്ന് കിട്ടിയൊരു പരിപാടി. ആ കറങ്ങിയിലെ രണ്ട് മുറയെങ്കിലും എടുത്ത് കാണിക്കുകയാണ്. ഞാൻ കണ്ടു പടം കൊണ്ടു കൈകാലൊക്കെ വരയ്ക്കുന്നുണ്ട്. ശരത്തെ നെല്ലിക്കാൻ പോയി കാണാനെങ്കിലും പറ. അപ്പൊ ഇപ്പൊ തിയേറ്ററുകളിൽ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ പടം ഉണ്ട്. എന്താ സംശയം? ഉണ്ട് എല്ലാവരും. അപ്പം പടം കണ്ട് സന്തോഷിക്കുക. ഉറപ്പായിട്ടും. ഞാൻ നിങ്ങളുടെ കൂട്ടത്തില് രണ്ടുപേരും കൂടി വന്നിട്ടുണ്ട്. നമ്മുടെ സജിൻ അലി എത്തിയിട്ടുണ്ട്, മീനാക്ഷി എത്തിയിട്ടുണ്ട്. രണ്ടുപേരെയും ഒന്ന് വേദിയിലോട്ട് സ്വാഗതം ചെയ്യട്ടെ. മീനാക്ഷി ആൻഡ് സജിൻ അലി രണ്ടുപേരെയും വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. Of course. I'm very excited and ഞാൻ കല്യാണിയുടെ ബിഗ് ഫാൻ ആണ്. I always wanted to meet you and ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്. പോകേണ്ട ദൂരൊരാളോ കൂട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ട കിസ്സകൾ കഥകൾ. ും കൂട്ടിനില്ലാതെ, കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ, പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ. പ്രോഗ്രാം ഇപ്പോഴും നല്ല രീതിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 9 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇന്നത്തെ തേക്കിംഗ് കാർഡ് കാർണിവലിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോയിലേക്ക് കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കണേ. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.